Hi everyone, it's me Rahul. Welcome to my Internet FX YouTube channel. So, നമ്മുടെ ലാസ്റ്റ് വീക്ക് നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വി ഹാവ് നോ എൻട്രീസ് അല്ലേ. നമുക്ക് എൻട്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ലൈക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി മേ ബി കം ഡൗൺ അല്ലേ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി മേ ബി കം ഡൗൺ അപ് ടു ദാറ്റ് ഏത് ലെവലാണ് നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ലെവലിലോട്ട് നിഫ്റ്റി വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒന്നൊരു ഊഹം എനിക്കുണ്ടായിരുന്നു. മീൻസ് ലൈക്ക് എ പ്രഡിക്ഷൻ. കാരണം പ്രൈസിൻ്റെ ആക്ഷൻ കണ്ടിട്ട്. കാരണം ഒരു നല്ലൊരു എന്താ പറയുക, ഒരു വോളിയം ഒന്നും ഉണ്ടായിരുന്നില്ല നിഫ്റ്റിയിൽ. പിന്നെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഒരു മെയിൻ റീസണാണ് ഞാനത് എക്സ്പെക്റ്റ് ചെയ്യാൻ കാരണം. സോ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് താഴോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ്റെ സ്റ്റുഡൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ക്യാൻഡിൽസ് അവിടെ പ്രൈസ് ആക്ഷൻ ആയിട്ട് നമ്മളെ കാണിച്ചു തന്നത്. ഞാൻ താഴോട്ട് പോവുകയാണ്, ഓക്കെ, ഐ ആം ഗോയിങ് ഡൗൺ. നിഫ്റ്റി ഞാൻ പ്രൈസ് താഴോട്ട് പോകുന്നതിന് മുന്നേ എന്ത് പ്രൈസ് ആക്ഷനാണ് കാണിച്ചു തന്നതെന്ന് അവിടെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർട്ടിൽ. സോ മൈ സ്റ്റുഡൻസ് പ്ലീസ് കമൻറ്റ് ബിലോ. നിങ്ങൾ എന്താണ് കണ്ടത്? നിങ്ങൾ ഈ ജിതിൻ രണ്ടിലാരോ ഒരാൾ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഗുഡ്. സോ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തത്. സോ രണ്ട് കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു താഴോട്ട് പോകാൻ. ഒന്ന് ഒരു സപ്പോർട്ടിലും ഒരു മൈനർ സപ്പോർട്ടിലും കൺഫർമേഷൻസ് ആൻഡ് ഓൺ ദ ടോപ്പിലും ഒരു കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു നിഫ്റ്റി കമ്മിങ് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. സോ അത് പ്രൈസിൻ്റെ ആക്ഷൻ വെച്ചാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഞാൻ മേ ബി ഐ എം ഗോയിങ് ഡൗൺ എന്ന് ഒരു സൈൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പേഴ്സണലി ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ വേറെ ട്രേഡിൽ ബയോകോൺ ഒരു ട്രേഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയ സമയത്താണ് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിഫ്റ്റി റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിഫ്റ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. So but my students are watching Nifty. That's good, guys. Okay. So നമുക്ക് നേരെ ടൈം കളയാതെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, കം. നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും വൈ രാഹുൽ എന്താണ് കളർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്യാൻഡിൽസിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, സോ നമ്മൾ എന്നും ചെയ്യുന്നൊരു കാര്യം അല്ലേ, ഡെയിലി ചെയ്യുന്നൊരു കാര്യം നമുക്കത് ഭയങ്കര അതിൽ നമ്മൾ അങ്ങ് എക്സ്പെർട്ടായി പോയിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഡെയിലി ഇരിക്കുന്ന കസേരയിൽ തന്നെ നമ്മളിരുന്ന് ഫുഡ് കഴിക്കും. ഓക്കെ, ഉറങ്ങുകയാണെങ്കിൽ ഡെയിലി ആ ഒരു പൊസിഷനിൽ തന്നെ കിടന്നുറങ്ങിയാലേ ഉറക്കം വരികയുള്ളൂ. സോ അതെല്ലാം നമ്മുടെ ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഫ്റ്റ് കയ്യിൽ കെട്ടിയ വാച്ച് എടുത്തുനിന്ന് റൈറ്റ് കയ്യിൽ കെട്ടിയൊക്കെ. സോ നമ്മുടെ ബ്രെയിൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ബിക്കോസ് നമ്മളതിന് യൂസ്ഡ് ആയിപ്പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ എൻ്റെ ക്യാൻഡിൽസിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി. ബിക്കോസ് ദിസ് കളർ എനിക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ടച്ച് തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോരോ കളർ മാറ്റി നോക്കിയപ്പം ദിസ് വർ ഗുഡ് ഫോർ മീ. അതിനൊരു ചേഞ്ച്. കാരണം റെഡ് ആൻഡ് ഗ്രീൻ ദാറ്റ്സ് കളർ. അത് എന്താ പറയുക, അതും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് അല്ലേ. റെഡ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ റെഡ് വന്നു, ആ ഒരു ഇഷ്യൂ ഒക്കെ. സോ ഒരു പരിധിവരെ നമുക്കതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, ആ റെഡ് വരുമ്പോഴുള്ള ആ ഒരു ഫിയർ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ചേഞ്ച് ദ കളർ ഫോർ മൈ ക്യാൻഡിൽസ്. ഓക്കെ, സോ നമുക്ക് വെറുതെ ഞാൻ കത്തിയടിച്ച് ടൈം കളയുന്നില്ല. നമുക്ക് നേരെ പോയിട്ട് ചാർട്ടിലോട്ട് നോക്കാം, ലെവൽസ് നോക്കാം. സോ ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ ഒബ്വിയസ്ലി ഞാൻ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. സോ ദിസ് ഇസ് ദ പ്രീവിയസ് വീക്ക് ഹൈ. സോ പ്രീവിയസ് വീക്കിൻ്റെ ഹൈയുടെ മുകളിലാണ് ദിസ് വീക്ക് നിൽക്കുന്നത്. ദിസ് വീക്ക് തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്രീവിയസ് വീക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്ക്. ഓക്കെ, സോ നിഫ്റ്റി അറൗണ്ട് ഒരു റേഞ്ച് ബൗണ്ട്, അതായത് ഒരു ഫേക്ക് ഔട്ട് മുകളിലോട്ട് കാണിച്ചിട്ട് നേരെ താഴോട്ട് വീഴുകയായിരുന്നുണ്ടായിരുന്നു. 2 ദിവസവും ആ ഒരു ഫേക്ക് മൂവ്മെൻറ്റ് മുകളിലോട്ട് കാണിച്ചു. അതാണ് ഈ വിക്ക്. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻഡിൽ ഷോസ് പ്രൈസിൻ്റെ ആക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻവേർട്ടർ ഹാമറാണ് അല്ലേ. സോ ഇൻവേർട്ടർ ഹാമർ ഷോസ് ചെയ്യുന്നത് ഇൻ ദ ടോപ്പ് ഞാൻ ചിലപ്പം താഴോട്ടൊന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മേ ബി 2025 വരെ നമുക്ക് 4 ഡേയ്സും കൂടിയാണ് നമുക്കുള്ളത്. നമുക്ക് ട്രേഡിംഗ് ഉള്ളത് ഒരു 4 ഡേയ്സും കൂടിയാണ്. സോ നാളെ നമുക്ക് ഈ ഒരു ലെവലിൽ താഴെ വരികയാണെങ്കിൽ
നമുക്ക് പ്രീവിയസ് വീക്ക് ഹൈ ഒബിയസ്ലി ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബട്ട് ഐ ആം എക്സ്പെക്റ്റിംഗ് അപ് ടു ദിസ് ലെവൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നിഫ്റ്റി നെക്സ്റ്റ് ഇയർ നമുക്കൊരു പുതിയ ഹൈസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. സോ നമ്മുടെ ഈ ഒരു റേഞ്ച് ബോണ്ടിൽ നമ്മൾ നാളെയും ട്രേഡ് ചെയ്യത്തില്ല. ഈ റേഞ്ച് ബോണ്ടിൽ അതായത് ഏകദേശം ഒരു 100 പോയിൻറ്റ്സ് ഉണ്ട്. ബട്ട് ഇത് ഈ റേഞ്ചിൽ ട്രേഡ് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, നേരെ നമുക്ക് 1 അവറിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഈ റേഞ്ചിൽ നിഫ്റ്റിനെ ഫ്രീ ആയിട്ട് വിടും. വട്ടവർ എന്നുള്ള ഇവിടെ കാണിച്ചോട്ടെ. ഓക്കെ, സോ ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 26,047 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് 25,993 ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതെല്ലാം 50 മിനിറ്റ്സിലോട്ട് ഇടാം. നമുക്ക് നേരെ കൺഫ്യൂഷൻ ആകത്തില്ല. ഓക്കെ, അതെല്ലാം മാർക്കറ്റ് ഇവിടുന്ന് തന്നെ ഒരു പോസിറ്റീവ് സൈനൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലെവൽ 26,047 ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തന്നെ നിഫ്റ്റി ലാസ്റ്റ് പ്രീവിയസ് വീക്ക് ഹൈന്ന് ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ സോ നമുക്ക് ബൈ ട്രേഡിലോട്ട് പോകാം. ഓക്കെ, ബൈ ഓൺ ദ ബോട്ടം, അതായത് എനിക്ക് എപ്പോഴും ഒരു ബോട്ടത്തിൽ നിന്ന് ബൈ ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. സോ ഒരു ഹൈസ് നിന്ന് സെല്ല് ചെയ്യുന്നതും ഒരു ബോട്ടം നിന്ന് ബൈ ചെയ്യുന്നതാണ് ഞാൻ ഒബ്വിയസ്ലി പ്രിഫർ ചെയ്യാറുള്ളത്. എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ അത് തന്നെയാണ് പറഞ്ഞ് കൊടുക്കാറുള്ളത്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, നിങ്ങൾ എന്നെ യൂട്യൂബിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ജോയിൻ മൈ വാട്സപ്പ് ഗ്രൂപ്പ് ഓർ ടെലഗ്രാം ചാനൽ. അവിടെ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. മൈ സ്റ്റുഡൻസ് ഓൾസോ ലേണിംഗ് എ ലോട്ട്. ഓക്കെ, so this video also not for a buy and sell recommendation. Okay, this is only for educational purpose. Okay, so നമുക്ക് ഇപ്പം നാളത്തെ നമ്മൾ ഈ ഒരു മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം താഴോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡേ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് പിന്നെ നിഫ്റ്റി മുകളിലോട്ട് പോകും, ഒരു പുതിയ ഹൈസ് ഉണ്ടാക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഫോർ ഇൻട്രാ ഡേ നമുക്ക് ഈ ഒരു മൊമെൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു പുട്ട് എൻട്രി നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ നോ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. കാരണം ഇവിടെ ഇത് ഓപ്ഷൻ ബയ്യറിന് പറ്റിയ മാർക്കറ്റൊന്നുമല്ല. ബട്ട് ഒരു ചെറിയൊരു സ്കാൽപ്പൊക്കെ ചെയ്ത് എടുത്തിറങ്ങുന്നവർക്ക് ഓക്കെ, ഇത് ഗുഡ്, അത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ വരച്ച ട്രെൻഡ് ലൈൻ. സോ മൈ സ്റ്റുഡൻസ് അറിയാം ഇത് ഈ ഒരു ടീസർ ബോട്ടം വന്നു കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി താഴോട്ട് വന്നത്. അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബിയർ എൻഗാൾഫിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1-2 പേര് താഴോട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ് യു ഗൈസ്, ബിക്കോസ് നിങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ ഒരു പകുതി എത്തുമ്പോൾ തന്നെ നിങ്ങളതൊക്കെ വാച്ച് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ തുടങ്ങി. അതൊക്കെ വലിയ കാര്യമാണ്. അതായത് നിങ്ങൾ അത്രയും എഫർട്ട് ഇടുന്നുണ്ട് മാർക്കറ്റിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ എൻ്റെ ഒരു ബെസ്റ്റ് വിഷസ്, അല്ലെങ്കിൽ വട്ടവർ എന്ത് വേണമെങ്കിലും പറയാം. സോ നമ്മുടെ ഒരു പ്ലാൻ ഇതാണ്. ഓക്കെ, നിഫ്റ്റിയുടെ. സോ ഇതിൻ്റെ താഴെ, അതായത് 26,118 താഴെ 26,047 ആൻഡ് 25,993 ഈസ് അവർ ടാർഗറ്റ്. ആൻഡ് നേരെ ഒരു വലിയ ഫോളൊക്കെ വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ബോട്ടം സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച്, നമ്മുടെ ഒരു സ്ട്രാറ്റജി സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ, അതായത് നെക്സ്റ്റ് വീക്കിലെ നാളത്തെ പ്ലാൻ. ഫ്രൈഡേ. ഓക്കെ, നാളെ ഫ്രൈഡേ ആണ്, 1 ഡേ കൂടെ ഉള്ളൂ. ഓക്കെ, സോ ഫ്രൈഡേയും മാക്സിമം സൈഡ് വേസ് മാർക്കറ്റാണ് എപ്പോഴും ഉണ്ടാവുന്നുള്ളത്. സോ നമുക്ക് നോക്കാം എന്താ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കാം. സോ ദിസ് ഈസ് ദ ലെവൽസ്. ഓക്കെ, ലെവൽസ് നിങ്ങൾക്ക് ആസ് എ എഡ്യൂക്കേഷണൽ പർപ്പസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, നിങ്ങളുടെ സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഓക്കെ, സോ എപ്പോഴും ഫസ്റ്റ് ലേൺ ചെയ്യുക, പിന്നെ ഏൺ ചെയ്യുക. ഓക്കെ, ആദ്യം പഠിക്കുക ട്രേഡിങ്, എന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുക. അതായത് നമ്മൾ വെൽത്ത് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ട്രേഡിങ് ഈസ് ദ ബെസ്റ്റ് ഫോർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ക്വിറ്റ് ചെയ്യരുത്. ഒരുപാട് ട്രേഡ് ചെയ്ത് ഒരുപാട് ലോസ് വരുത്തി പോകരുത്. നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നല്ലോണം ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.